നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് കുട്ടി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നതാണ്. ഒരു സമയത്ത് ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് തുടങ്ങി. അതൊരു ബിസിനസ് മാത്രമായിരുന്നില്ല, എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. 8 നിലകളിൽ 28 ഫ്ലാറ്റ് എല്ലാം പ്ലാൻ ചെയ്തു. അതിൻ്റെ ഡ്രോയിങ്സ് തയ്യാറാക്കി, കൺസ്ട്രക്ഷൻ തുടങ്ങി. ആ സമയത്ത് എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, ഇത് വിജയിക്കും എന്ന ഉറച്ച വിശ്വാസം. പക്ഷേ ജീവിതത്തിലും ബിസിനസ്സിലും പോലെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോകില്ല. 1997 മാർക്കറ്റ് ക്രാഷായി. കൺസ്ട്രക്ഷൻ സെക്ടർ മുഴുവൻ ഡൗണായി. പല വലിയ കമ്പനികൾ പോലും പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ പൂട്ടിപ്പോയി. ആ സമയത്ത് എൻ്റെ മുന്നിൽ ഒരു വലിയ ചോദ്യം വന്നു, ഇനി എന്ത് ചെയ്യണം? എനിക്ക് 2 വഴികളുണ്ടായിരുന്നു. ഒന്ന്, പ്രൊജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് നഷ്ടം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ നടത്തണം. ഞാൻ 2ാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. കാരണം പ്രശ്നം വന്നാൽ നിർത്തുന്നത് എളുപ്പമാണ്, പക്ഷേ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് വിജയത്തിൻ്റെ ആദ്യപടി. ഒരു 8 നില അപ്പാർട്ട്മെൻറ്റ് ബിൽഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാനത് 6 നിലയിൽ കൺസ്ട്രക്ഷൻ നിർത്തി. അതൊരു കോംപ്രമൈസ് ആയിരുന്നു, പക്ഷേ അത് സർവൈവലിന് വേണ്ടി എടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നീട് ആ പ്രൊജക്റ്റ് 2ആയി സ്പ്ലിറ്റ് ചെയ്തു. ഒരു ബ്ലോക്ക് ഫ്ലാറ്റ്സായി നൽകി. അതിൽ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിനെ അങ്ങനെ സംതൃപ്തിപ്പെടുത്തി. മറ്റേ ബ്ലോക്ക് ഒരു ലേഡീസ് ഹോസ്റ്റലായി കൺവേർട്ട് ചെയ്തു. അതിലൂടെ ഇൻകം ഉണ്ടാക്കി പ്രൊജക്റ്റ് നിലനിർത്തി. ഇവിടെ ഞാൻ പഠിച്ചൊരു ലെസൺ, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് സർവൈവ് ചെയ്യാൻ പഠിക്കണം. ബിസിനസ്സിൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. സാഹചര്യം മാറുമ്പോൾ നിങ്ങളും മാറണം. പിന്നീട് മാർക്കറ്റ് സ്ലോലി ഇമ്പ്രൂവ് ആയപ്പോൾ ഞാൻ വീണ്ടും കൺസ്ട്രക്ഷൻ തുടങ്ങി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഫേസ് ബൈ ഫേസ്, അവസാനം ആ പ്രൊജക്റ്റ് വിജയകരമായി പൂർത്തിയായി. ഒരു സമയത്ത് ഓൾമോസ്റ്റ് ഫെയിലിയർ ആയിരുന്നത് ഒരു സക്സസ് സ്റ്റോറിയായി മാറി. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടത് വളരെ സിമ്പിളാണ്. എല്ലാം പ്ലാൻ ചെയ്ത പോലെ പോകില്ല, പക്ഷേ നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഫ്ലെക്സിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാം. നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾ ഗ്രോ ചെയ്യും. ഒരുപാട് ആളുകൾ പ്രോബ്ലം വന്നാൽ അവിടെ വെച്ച് അത് നിർത്തുന്നു, പക്ഷേ വിജയിക്കുന്നവർ പ്രോബ്ലം വന്നാൽ സ്ട്രാറ്റജി മാറ്റുന്നു. ഇന്ന് സൺഡേ ആണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നോക്കൂ. എവിടെയാണ് പ്രോബ്ലം? മാർക്കറ്റാണോ? പ്ലാനിംഗ് ആണോ? എക്സിക്യൂഷനാണോ? അതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി ഉണ്ടാകും. വളരെ കാമായി ചിന്തിച്ചാൽ സൊല്യൂഷൻ എപ്പോഴും കിട്ടും. മറ്റൊരു കാര്യം കൂടി ഓർക്കണം, ബിസിനസ്സിൽ പേഷ്യൻസ് വളരെ പ്രധാനമാണ്. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കരുത് ഒരിക്കലും. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ റിസൾട്ട് വൈകിയാലും ഉറപ്പായും വരും. റിസ്ക് എടുക്കാൻ ഭയപ്പെടരുത്, പക്ഷേ ബ്ലൈൻഡായി റിസ്ക് എടുക്കരുത്. വളരെ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. നാം മറ്റുള്ളവരെ, ജനങ്ങളെ വിശ്വസിക്കാൻ പഠിക്കണം. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. കാരണം ബിസിനസ്സിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ അസറ്റ്. ഒരിക്കൽ ഒരു പ്ലാൻ ഫെയിലായി എന്നാൽ നിങ്ങൾ ഫെയിലായെന്ന് അർത്ഥമല്ല. അതൊരു പുതിയ വഴി കണ്ടെത്താനുള്ള അവസരമാണ് എന്ന് നാം മനസ്സിലാക്കുക.